ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3D ടെക്സ്റ്റ് എഫക്റ്റ് മോക്കപ്പ് ആണ്. മോക്കപ്പ് എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തു, അത് കസ്റ്റമറിനെ കാണിക്കുമ്പോഴത്തേക്കും കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എഫക്റ്റുകൾ ചെയ്യും. ഇപ്പോൾ ഒരു ബ്രോഷർ ചെയ്യുവാണ്, അത് ടേബിളിൻ്റെ ടോപ്പിൽ ഇങ്ങനെ കിടക്കുന്ന പോലെയോ, ലോഗോ ചെയ്യുവാണെങ്കിൽ അത് വാളിൽ 3D ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഫോട്ടോഷോപ്പിൽ അങ്ങനെയാണ് ഒരു മോക്കപ്പ് 3D ടെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഈ കാണുന്ന മാസ്റ്റർ ക്ലാസ് എന്ന് എഴുതിയേക്കുന്ന ഈ ടെക്സ്റ്റിനാണ് 3D എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ മാസ്റ്റർ ക്ലാസ്സിൻ്റെ ലെയർ മാത്രമേ ഇവിടെ ഉള്ളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഈ ലെയറിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ലെയറിൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ലെയറിൽ ഒരു ചേഞ്ച് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനെ 3D ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ച് താഴത്തേക്കുള്ള ആരോ അമർത്തുക. ഇതുണ്ടോ, അപ്പോൾ അതിൻ്റെ കോപ്പി ആ ലെയറിൽ നോക്കി ഞാൻ കാണാൻ പറ്റും വരുന്നത്. ഒരു 15 മതി, ധാരാളം. അപ്പോൾ അതിൻ്റെ കോപ്പി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ലെയറിൽ സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ലെയറെ ക്ലിക്ക് ചെയ്ത് അതിന് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരിക ലെയറിൻ്റെ. അതിന് ലെയറിൽ അറേഞ്ചിൻ്റെ അകത്ത് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ലെയർ ഏറ്റവും മുകളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ താഴേക്കുള്ള മൊത്തം ലെയറുകളെ സെലക്ട് ചെയ്യുക. അതിന് എളുപ്പമാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തെയുള്ള ലെയറെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഏറ്റവും താഴത്തെ ലെയറെ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. അതിന് ലെയറിൽ ഗ്രൂപ്പ് ലെയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ട് മാറും. അടുത്തത് ചെയ്യേണ്ടത് ലെയർ സ്റ്റൈല് ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട് കണ്ടോ. ഇനി എൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. നമുക്ക് എൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ മൂവ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിന് ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ ഡ്രോപ്പ് ഷാഡോ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. സൈസ് അല്പം കൊടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഇത്ര എളുപ്പം ഒരു 3D എഫക്റ്റിൻ്റെ അത് ചെയ്യാൻ പറ്റി. ഇങ്ങനെയാണ് ഒരു 3D എഫക്റ്റ് ഫോട്ടോഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി മോക്കപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ ഈ എഫക്റ്റ് ഈസി ആയിട്ട് മറ്റുള്ള ലെയറുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ എഫക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന ഈ ലെയറെ ക്ലിക്ക് ചെയ്യുക. ലെയറിനുള്ളിൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എഡിറ്റ് കണ്ടൻസ് എന്ന് പറയുന്ന ഓപ്ഷനെ കൊടുക്കുക. ഈ മാസ്റ്റർ ക്ലാസ് മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ പേജിനുള്ളിലേക്ക് ആ പിക്ചറിനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഷോർട്ട്കട്ട് Ctrl+T ആണ്. ഇനി ടെക്സ്റ്റിന് കളർ ഫില്ല് ചെയ്യുക. വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത എഫക്റ്റിൽ ആ ടെക്സ്റ്റിന് വൈറ്റ് കളറാണ് കൊടുത്തേക്കുന്നത്. എങ്കിലേ ആ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇനി താഴെ കാണുന്ന ലെയർ പാലറ്റ്, ആ റൈറ്റ് സൈഡിൽ കാണുന്ന ലെയർ പാലറ്റിൽ വന്ന ശേഷം താഴത്തെ മാസ്റ്റർ ക്ലാസ് എന്നുള്ള ലെയർ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഈ പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത ഈ പേജ് ക്ലോസ് ചെയ്യുക. നമ്മളോട് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. അന്നേരം യെസ് അമർത്തുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് ഈ ടെക്സ്റ്റിന് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതേ എഫക്റ്റ് മറ്റൊരു ടെക്സ്റ്റിനും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആ ലെയർ പാലറ്റിൽ വരിക. ഇത് കണ്ടോ, ഈ ലെയർ സെലക്ട് ചെയ്യുക. ഈ ലെയറിൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എഡിറ്റ് കണ്ടൻസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് മറ്റൊരു പേജിലേക്ക് ഓപ്പൺ ആയി വരും. ഇനി നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്ത ശേഷം ഇതിപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് എളുപ്പമാണ്. ഇത് സെലക്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും അവിടെ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. ഇത് കണ്ടോ. ഇനി ഇത് ക്ലോസ് ചെയ്യുക. ഈ പേജ് നോ കൊടുക്കാതെ യെസ് തന്നെ കൊടുക്കുക. കണ്ടോ, ക്ലാസ് എന്ന് പറയുന്നതിന് എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റുകളാണ്
ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത എഫക്റ്റുകളാണ് അവർ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാനിട്ടേക്കുന്നത്. നമ്മളത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചറോ ചേഞ്ച് വരുത്തുമ്പോൾ ഇങ്ങനെ മോക്കപ്പ് സ്റ്റൈൽസ് അതിന് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ 3D ടെക്സ്റ്റ് മോക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മോക്കപ്പുകൾ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്